തിരുവനന്തപുരം തമ്പാനൂരിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധമാണ്. തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ പോസ്റ്റർ ഒട്ടിച്ചുള്ള പ്രതിഷേധമാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജിബിൻ ജെ.ബി വിശദാംശങ്ങളുമായുണ്ട്. ജിബിൻ, വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. അത് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് തമ്പാനൂരിൽ പ്രതിഷേധം. അനുജാത് തന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിഷേധവുമായി തിരുവനന്തപുരം കെ.എസ്.ആർ.ടി.സി ടെർമിനലിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കടന്നിരിക്കുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ തുടരണോ ഈ കോഴിമന്ത്രി എന്ന തരത്തിൽ ഒരു പോസ്റ്റർ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിട്ടുള്ള ബസ്സുകളിലാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പതിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ ഒട്ടിച്ച ചിത്രങ്ങൾ, ഇത് പോലീസ് ഇവിടെ നിന്ന് ഈ ചിത്രങ്ങൾ ഇളക്കി മാറ്റാനായി ശ്രമിക്കുന്നു. ആ ശ്രമമാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉദ്ദം തള്ളും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏകദേശം ഒരു 15 മിനിറ്റോളമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കെ.എസ്.ആർ.ടി.സി ടെർമിനലിലേക്ക് കയറിയിട്ട് ഇവർ ആദ്യം അകത്തേക്ക് കയറി ഉടൻ തന്നെ ഇവിടെ പാർക്ക് ചെയ്ത്, അതായത് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായി കെ.എസ്.ആർ.ടി.സി ടെർമിനൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളുടെ മുൻവശത്തും അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിലുമെല്ലാം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ തുടർന്ന് ഈ കോഴിമന്ത്രി എന്ന തരത്തിലുള്ള പോസ്റ്റർ എല്ലാത്തിലും ഒട്ടിക്കുകയാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ PRD പരസ്യങ്ങൾ കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരസ്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി, ആ പരസ്യങ്ങൾ വലിച്ചു കീറുന്നതിന് ഒരു ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഭാഗത്തേക്ക് പോകുന്ന ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ ഭാഗത്താണ് പ്രവർത്തകർ ഈ ഒരു ചിത്രം ഒട്ടിച്ചിരിക്കുന്നത്, മന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റർ അവിടെ നിന്ന് വലിച്ചിറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലായിരിക്കും. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അനുജയ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസും പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ ഒരു ഭാഗത്ത് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഈ പ്രവർത്തകർ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ നിർത്തിയിട്ടിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ ചിത്രങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി ബസ്സിൽ ഒട്ടിച്ച ചിത്രം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പോലീസിന്റെ ശ്രമം ഉണ്ടായത്. പക്ഷേ അത് പ്രവർത്തകർ ഇടപെട്ട് ആ ശ്രമത്തിൽ നിന്ന് പോലീസിനെ തിരിപ്പിച്ചു. പക്ഷേ ആ സമയത്താണ് പോലീസിൽ ചിലർ തന്നെ നേരിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് പോലീസുകാരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം. എന്തായാലും ഈ നേരത്തെ യൂത്ത് കോൺഗ്രസുകാരുമായി നേരിട്ട് തർക്കത്തിലേർപ്പെട്ട ആ ഒരു പോലീസുകാരനെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.